ഹൈ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫാരിംഗ് ഗ്ലാൻസ് പറഞ്ഞ ചാപ്റ്ററിലെ 2 ചലഞ്ചിങ് ക്വസ്റ്റൻസും കൂടി നമുക്ക് നോക്കിയാലോ. ഈ ക്വസ്റ്റൻ ഇതാണ്: ഹൗ മെനി പോളൻ ഗ്രെയിൻസ് ആർ ഫോംഡ് ഇൻ എ പീ പ്ലാന്റ് വിത്ത് 5 flowers where in each flower with every stamen bears 30 microspore mother cells in each of its microsporangium. എക്സാമിനർ എന്താ നമ്മളോട് ചോദിക്കുന്നത്? എത്ര പോളൻ ഗ്രെയിൻ ഉണ്ടായിട്ടുണ്ടെന്നാണ് ചോദിക്കുന്നത്. പക്ഷെ ഇവിടെ പ്ലാന്റിന്റെയും ഫ്ലവറിന്റെയും ഒക്കെ പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട്. പീ പ്ലാന്റ് ആണ്, അപ്പൊ പീ പ്ലാന്റ് ബിലോങ് ടു ഫേബേസിയ ഫാമിലി അല്ലെ. ഇവിടെ നമ്മുടെ മോർഫോളജിയും കൂടി ഒന്ന് ബ്രഷ് അപ്പ് ചെയ്യണം. ഇവിടെ രണ്ടും കണക്റ്റഡ് ആയിട്ട് കിടക്കാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ചാപ്റ്ററും മോർഫോളജി ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച ഫാമിലീസിന്റെ ഫ്ലോറൽ ഫീച്ചേഴ്സ് ഒക്കെ ഇവിടെ കണക്റ്റഡ് ആയി കിടക്കുകയാണ്. ഫേബേസിയ ഫാമിലിയാണ്. അവർക്ക് വെക്സിലറി ഈസ്റ്റിവേഷൻ ആണെന്ന് നമുക്കറിയാം ഫ്ലവറിന്. അതുപോലെ ഇവരുടെ സ്റ്റേമൻസ് എന്ന് പറയുന്നത് ഡൈ അഡൽഫസ് സ്റ്റേമൻ ആണ്. ഓക്കെ, ഡൈ അഡൽഫസ് എന്ന് പറഞ്ഞാൽ 9+1 അറേഞ്ച്മെന്റ് എന്നാണ് നമ്മൾ അതിന് പറയാം അല്ലെ. അതായത് 9 സ്റ്റേമൻ ഒരുമിച്ച് ഒരു ഗ്രൂപ്പിലും ഒരാൾ മാത്രം ഒറ്റയ്ക്കും അങ്ങനെയാണ് ഉണ്ടാവുക. അതിനാണ് നമ്മൾ 9+1 അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് മൊത്തത്തിൽ എത്ര സ്റ്റേമനാ ഉള്ളത്? 10 സ്റ്റേമൻ ആണ് ഈ ഫേബേസിയയുടെ പീ പ്ലാന്റിന്റെ അല്ലെ. ഫേബേസിയ ഫാമിലിയിലെ എല്ലാം പയറുവർഗ്ഗങ്ങളല്ലേ, ലെഗ്യുമിനോസി എന്നും പറയും, അതിലെ മെമ്പേഴ്സിനുള്ളത്. അപ്പൊ ഇവര് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഒരു സ്റ്റേമനിലെ ഒരു പോളൻ സാക്കിൽ, മൈക്രോസ്പോറാഞ്ചിയം എന്ന് പറയുന്നത് നമ്മുടെ പോളൻ സാക്ക് അല്ലെ, ഒരു പോളൻ സാക്കിനകത്ത് 30 മൈക്രോസ്പോർ മദർ സെൽ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നമ്പേഴ്സ് ഒക്കെ ഇവർ കൃത്യമായിട്ട് തന്നിട്ടുണ്ട് അല്ലെ. ഒരു മൈക്രോസ്പോർ മദർ സെല്ല് മിയോസിസ് നടത്തി കഴിയുമ്പോൾ നമുക്ക് 4 പോളൻ ഗ്രെയിൻ കിട്ടുമെന്ന് അറിയാം. കറക്റ്റ്, യെസ്. അപ്പോ 30 മൈക്രോസ്പോർ മദർ സെല്ല് 4 multiplied by 30 ആയിരിക്കില്ലേ, നമുക്ക് 120 പോളൻ ഗ്രെയിനെ തരും. ഇസ്ന്റ് ഇറ്റ്? അതുപോലെ നമ്മൾക്കറിയാം ആന്തറിന്റെ സ്ട്രക്ചർ നമുക്കറിയാം ടെട്രാഗോണൽ സ്ട്രക്ചർ ആണ് അല്ലെ. അതാ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓരോ ആന്തറും നമ്മൾ ക്രോസ് സെക്ഷൻ എടുക്കും. അപ്പം ഒരു ആന്തറിന്റെ ഉള്ളിൽ 4 പോളൻ സാക്ക് ഉണ്ട്. അപ്പം ഇവിടുന്ന് 120, ഇവിടുന്ന് 120, ഇവിടുന്ന് 120, ഇവിടുന്നും 120. ഇസ്ന്റ് ഇറ്റ്? അപ്പൊ നമുക്ക് എത്രയൊക്കെ ടോട്ടൽ നമ്പർ ഫ്രം 1 ആന്തർ അല്ലെങ്കിൽ 1 സ്റ്റേമൻ നമുക്ക് എത്ര കിട്ടും? 120 multiplied by 4 അല്ലെ. 120 multiplied by 4 നമുക്ക് 480 പോളൻ ഗ്രെയിൻസ് കിട്ടും. അങ്ങനെ ഈ ഫ്ലവറിൽ എത്ര സ്റ്റേമൻസ് ഉണ്ട്? ഒരു ഫ്ലവറിൽ ഇൻ എ സിംഗിൾ flower has 10 such stamens. Isn't it? അപ്പോ ഒരു ഫ്ലവറിൽ 10 സ്റ്റേമൻ ഉണ്ട്. ഒരു സ്റ്റേമന് നമുക്ക് കിട്ടുന്നത് 480 ആണെങ്കിൽ അപ്പൊ നമുക്ക് എത്ര കിട്ടും? 480 multiplied by 10. Isn't it? 4800 പോളൻ ഗ്രെയിൻസ് നമുക്ക് കിട്ടും. കറക്റ്റ്. ഇനിയും ഉണ്ട്, ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല. ഇവർ ചോദിക്കുന്നത് എന്താണ്? ഫ്ലവറിന്റെ നമ്പറും കൂടി നമ്മൾ എടുക്കണം. ഇത് ഒരു ഫ്ലവറിൽ നിന്ന് 4800 പോളൻ ഗ്രെയിൻ കിട്ടുമെങ്കിൽ ചോദ്യം 5 ഫ്ലവേഴ്സിൽ നിന്നും എത്ര കിട്ടുന്നതാണ്. അപ്പൊ ഫ്രം 5 flowers നമുക്ക് എത്ര കിട്ടി മക്കളെ? 4800 multiplied by 5, that is 24,000. 24,000 is our answer. വെരി സിമ്പിൾ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒരിക്കലും മക്കൾ സ്കിപ്പ് ചെയ്യരുത്. കാരണം നല്ലതാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നത്. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് അപ്പൊ 24,000 കിട്ടി. അപ്പൊ കീ നോക്കിയിട്ട് എന്താണ് ഇങ്ങനെ 24,000 വന്നത് വണ്ടർ അടിച്ചിരിക്കാതെ മനസ്സിലാക്കുക. ഇത് നമ്മളുടെ ഫ്ലോറൽ മോർഫോളജിയുമായിട്ടും കൂടെ കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. In a mustard flower, if a microsporangium has 10 microspore mother cells, how many male gametophytes can it? Again, they are asking about how many pollen grains can it produce എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഫ്ലവറിന്റെ നമ്പർ ഒന്നും പറയുന്നില്ല, പക്ഷെ ഫ്ലവറിനെ കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. മസ്റ്റർഡ് ഫ്ലവർ ഏത് ഫാമിലിയാ? ബ്രാസിക്കേസിയ ഫാമിലിയാണ്. ഇവരുടെ ഫ്ലവറിന്റെ പ്രത്യേകത പോളി ആൻഡ്രസ് ആണ് അല്ലെ. അപ്പൊ ആൻഡ്രൂഷ്യം നമ്മൾ 2+4 എന്നാണ് എഴുതുക. അവരുടെ ഫ്ലോറൽ ഫോർമുലയിൽ 2+4 എന്നാണ് എഴുതുന്നത്. അപ്പൊ എത്ര സ്റ്റേമൻസ് ഉണ്ട് ഇവർക്ക്? സ്റ്റേമൻസ് എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഇവിടെ ഉണ്ട്. ഓക്കെ, പോളി ആൻഡ്രസ് ആണ്, മനസ്സിലായി. ഇസ്ന്റ് ഇറ്റ്? അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു മൈക്രോസ്പോർ മദർ സെൽ നമുക്ക് 4 പോളൻ ഗ്രെയിനെ തരുന്നുണ്ട്, നമുക്കറിയാം. ഓക്കെ, ഇഫ് എ സിംഗിൾ മൈക്രോസ്പോറാഞ്ചിയം ഹാസ് 10 മൈക്രോസ്പോർ മദർ സെൽസ്, അപ്പോ 10 മൈക്രോസ്പോർ മദർ സെല്ല് നമുക്ക് 40 പോളൻ ഗ്രെയിനെ തരുന്നുണ്ട്. ഇസ്ന്റ് ഇറ്റ്? അത് അറിയാം. അതുപോലെ ഇവിടെയും നമ്മുടെ ആൻഥർ ഇവരുടെ വളരെ പ്രത്യേകതയിലാണ്. ബൈലോബ്ഡ് ഡൈതീക്കസ് ആണ്. ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ ടെട്രാസ്പൊറാഞ്ചിയേറ്റ് അഗൈൻ അല്ലെ. അപ്പൊ 4 പോളൻ സാക്ക് ഉണ്ട്. ഇവിടെ 40, ഇവിടുന്ന് 40, ഇവിടുന്ന് 40, ഇവിടുന്നും 40 അല്ലെ. അപ്പൊ 40 multiplied by 4 ഫ്രം സിംഗിൾ സ്റ്റേമൻ നമുക്ക് എത്ര കിട്ടുന്നത്? എത്ര പോളൻ ഗ്രെയിനെ കിട്ടും? 40 multiplied by 4
160 പോളൻ ഗ്രെയിനിനെ കിട്ടും. ഓക്കെ, യെസ്. ഒരു ഫ്ലവറിൽ അങ്ങനെ എത്ര സ്റ്റേമൻസ് ഉണ്ട്? 6 സ്റ്റേമൻസ്. സോ ഫ്രം എ സിംഗിൾ ഫ്ലവർ, അതായത് 6 സ്റ്റേമൻസ് അല്ലേ, ആൻസർ എന്തായിരിക്കും? 160 മൾട്ടിപ്ലൈഡ് ബൈ 6, അതായത് 960 പോളൻ ഗ്രെയിൻസ് ആണ് നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. സോ ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ, ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ വിൽ ബി ഓപ്ഷൻ 3, ദാറ്റ് ഇസ് 960. അപ്പൊ ഇതെങ്ങനെയാണ് കിട്ടിയത് മനസ്സിലായില്ലേ? അപ്പൊ ഫ്ലോറൽ മോർഫോളജി ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടത്. ഈ 2 ചലഞ്ചിങ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാതെ വിടരുത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്.